അതായത് ഇടുക്കി ഡാമും ചെറുതോണി ഡാമും ഒരേപോലെ നമുക്ക് കാണാൻ പറ്റുന്നൊരു അവസരമാണ് കേട്ടോ ഇത്. വെറും 155 രൂപ മാത്രമേ നമുക്കിതിനകത്ത് മുടക്കുള്ളൂ. കുട്ടികൾക്കാണെങ്കിൽ അതിനേക്കാളും റേറ്റ് പിന്നെയും കുറവുണ്ട്. അതെ, ചെറുതോണി ഡാമിൻ്റെ സമീപത്തൂടെ നമ്മൾ യാത്രയാണ്. ഈ ഇടുക്കി ഡാം തുറന്നെന്ന് പറയുന്നത് ശരിക്കും ഈ ഡാമാണ്. ഓ, ഇതാണ് വൈശാലി ഗുഹ. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ഡാമിൻ്റെ പറ്റിയാണ്. ഒരു അടിപൊളി ഒരു ബോട്ടിങ്ങിൻ്റെ വിവരങ്ങളൊക്കെയാണ്. ബോട്ടിങ്ങാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. വെറും 155 രൂപയ്ക്ക് ഒരാൾക്ക് ഇടുക്കി ഡാമും ചെറുതോണി ഡാമും അതുപോലെ വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് നല്ല അടിപൊളി ഒരു ബോട്ടിങ് നടത്താം. അപ്പോൾ അതെങ്ങനെയാണ് എന്നൊക്കെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. എന്നോടൊപ്പം ഒരു സംഘം ടീം തന്നെയുണ്ട്. അവരൊക്കെ ഞാൻ കൂടുതലായിട്ട് പുറകെ പരിചയപ്പെടുത്താം. ഞാൻ മൻസൂർ മുഹമ്മദ്, ട്രിപ്പിൾ ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളൊരു ബോട്ടിങ്ങിന് പോവുകയാണ് കേട്ടോ. ഒരു അടിപൊളി ബോട്ടിങ്ങിനാണ് പോകുന്നത്. നമ്മുടെ ജെയിൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ബോട്ടിങ്ങാണ്. ജെയിൻ സാർ ഇതിൻ്റെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൊത്തം അളവെടുത്തോണ്ടിരിക്കുക. ഇവിടുന്ന് കാറിൽ അങ്ങോട്ട് നമ്മൾ പോയി അവിടെ ചെന്നിട്ട് വേണം ബോട്ടിന് പോകാനായിട്ട്. ഇവിടെ നമ്മുടെ ടീമൊക്കെ ഇനിയും വരാനുണ്ട്. നമുക്ക് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത് ഈ സ്ഥലത്തു നിന്നാണ്. നമുക്ക് ഈ 155 രൂപ കൊടുത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാഴ്ചകളാണ് കിട്ടുന്നത്? നമ്മള് ഇടുക്കി ജലാശയത്തിലൂടെയാണ് ബോട്ടിങ്. ഓക്കെ. ഇടുക്കി ഡാം, ചെറുതോണി ഡാം, രണ്ട് ഡാമും കണ്ടുകൊണ്ട് ഇടുക്കി സാഞ്ചുറിക്ക് ഉള്ളിൽ കൂടെയാണ് ബോട്ടിങ്. ഓ ശരി. അപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വന്യമൃഗങ്ങളെയും കാണാൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് മോർണിംഗിലൊക്കെ ആണെങ്കിലായിരിക്കും സാധ്യത കൂടുതലെന്ന് തോന്നുന്നു അല്ലേ? മോർണിംഗ് ഈവനിങ് ഒക്കെയാണ്. പിന്നെ ഇപ്പൊ കാലാവസ്ഥ പറയാൻ പറ്റില്ല, നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ അല്ലേ? രണ്ട് ഡാമും കണ്ടുവരുന്ന ബോട്ടിംഗ് ആണ് മെയിൻ ആയിട്ട്. അതെ അല്ലേ? അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ ഓക്കെ. നമുക്ക് ദിവസേന സഞ്ചാരികൾ ഒത്തിരി വരാറുണ്ടോ അവിടെ? ദിവസം നമുക്ക് കൂടുതലും വീക്കെൻഡുകളിലാണ്. വീക്കെൻഡ് വെക്കേഷൻ സമയത്താണ് തിരക്ക് കൂടുതൽ. അതെ അല്ലേ? എല്ലാ ദിവസവും ബോട്ടിംഗ് ഉണ്ട്. നോർമലി ഒരു 150 പേർക്ക് അടുത്ത് വീക്കെൻഡുകളിൽ വരാറുണ്ട് ഡെയിലി ദിവസേന. ഓക്കെ ഓക്കെ. നമ്മൾ ആ ബോട്ടിങ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് സാറിന് നമ്മൾ നമ്മുടെ ബാക്കി ടീമൊക്കെ കാറിലാണ് പോയത്. ഞങ്ങൾ നേരെ ഈ നാട് കണ്ട് ഇങ്ങനെ വരാമെന്ന് ഓർത്ത് നമ്മൾ നടന്നാണ് പോകുന്നത് കേട്ടോ. എൻ്റെ വേ ടു ബോട്ടിങ്. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് വീണ്ടും നടക്കണം. ഒരു 500 മീറ്റർ നടക്കാനേ ഉള്ളൂ മൊത്തം. അപ്പോൾ നമ്മൾ ഈ നാടൊക്കെ കണ്ട് നമുക്ക് നടക്കാം. രാജചേട്ടനും ജെയിൻ സാറിനും നമ്മുടെ ഫ്രണ്ടേ ഉള്ളത് കേട്ടോ. ഫോറസ്റ്റ് വന്യജീവി വകുപ്പിൻ്റെയാണ് കേട്ടത്. ഇതുപോലെ 2-3 കോട്ടേജുകളുണ്ട്. ഇത് കണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അത് ഒരു റൂമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ സംഗതി ഉള്ള 10,000-2000 രൂപ കൊടുത്താൽ കിട്ടും. 2000 രൂപ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. സംഗതി കൊള്ളാം കേട്ടോ. ഒരു പ്രത്യേക ഒരു എന്താ പറയണ ഒരു വെറൈറ്റി ആയിരിക്കും. നമ്മൾ സാധാരണ അതെ രാത്രി കുയിലിൻ്റെ പാട്ടും അതുപോലെ തന്നെ കാലടി ചിന്നംവിളിയും ഒക്കെ കേട്ടത്. ഇവിടെ പോരാഞ്ഞിട്ട് ഓരോ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റൂമിൽ താമസിച്ചാലുള്ള ഗുണങ്ങൾ ഇപ്പോൾ കുറേ പറഞ്ഞില്ല. വന്യജീവികളും എല്ലാം ഉണ്ട്. ഇനി പോരാണ്ട് കള്ളിയങ്കാട്ട് നീലിനെ തളച്ചതേ 7 പാല അതുമുണ്ട് കേട്ടാ. മേളി വല്ല ആണിയടിച്ച് വെച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞില്ലല്ലോ. നോക്കി ഒരു മരത്തിൻ്റെ അടിയിൽ നിന്ന് ഇതൊക്കെ പോയി വേരിങ്ങനെ പറഞ്ഞു നിൽക്കുക കേട്ടാ. ഇത് നോക്കിയേ ഒരു മരം അല്ല നീ വെയിറ്റ്. അവർ മറ്റേ ഇത് പൊക്കിയും താത്തയും ചെയ്യണം. ഓ ആർട്ടിഫിഷ്യലാണല്ലേ എടാ. അത് കൊള്ളാം കേട്ടോ. നമ്മളെ പറ്റിച്ചൊരു സാധനം നോക്കിയേ. ഇല്ല ഇവിടെ ലോക്ക അല്ലല്ല താഴെ ഇത് കണ്ടോ ഒരു മരം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കട്ടോ. ഇരുമ്പാ സംഭവം. കൊള്ളാം കേട്ടോ. അത് അയ്യോ ഒറിജിനൽ മരത്തിൻ്റെ അകത്താവും കയറ്റിയതാ കേട്ടാ. ഒയ്യോടാ ദേ നോക്കിയേ ഒറിജിനൽ മരം അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റിയെടുത്തതാ കേട്ടോ. അത് കൊള്ളാം. ഞാൻ അങ്ങനെ കാണുമ്പോൾ ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ തീർത്തത് മരമാണെന്ന് തോന്നത്തുള്ളൂ. മറ്റേ വണ്ടിയൊക്കെ കയറ്റി ഇറക്കുകയും ചെയ്യാനുള്ള കവാടമാക്കി ഇട്ടിരിക്കുന്നതാണ്. നമ്മൾ ബോട്ടിങ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഈ സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ബോട്ടിങ് ആരംഭിക്കുന്നത്. ആഹാ നോക്കി എന്താ ഭംഗിയെന്ന് കണ്ട. ഇടുക്കി ഡാം, ചെറുതോണി ഡാം, 2 ഡാമുകൾ കയറി ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വന്യമൃഗങ്ങളെയൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. അങ്ങനെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് നമ്മളിപ്പോൾ വെയിറ്റിങ്ങിലാണ്. അതുപോലെ വെയിറ്റ് ചെയ്യാൻ ആയിട്ട് പറ്റുന്ന നല്ല അടിപൊളി നമ്മൾ ഇരിപ്പിടങ്ങളുണ്ട് ഇവിടെ. നല്ല തണുത്ത കുളിരുള്ള കാറ്റും ഉണ്ട് കേട്ടോ. ഡോർമെട്രി സെറ്റപ്പ് ആട്ടോ. ഇത് ഫോറസ്റ്റിൻ്റെ ആണേ.
അല്ല ഫുള്ള് കാടാകട്ടെ. ഈ കാടിൻ്റെ ഇവിടെ തന്നെയാണ് ഈ ബോട്ടിങ്ങിന് നമ്മൾ വരേണ്ടത്. ഇവിടെയൊക്കെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഈ വന്ന വഴിയെല്ലാം നല്ല ആ കാര്യത്തിൽ ഇവർ നല്ല 2000 രൂപക്കൊക്കെ എന്ത് നല്ല അടിപൊളിയായിട്ട് തരും. നമ്മൾ ഏതെങ്കിലും ഒരു ലോഡ്ജിലൊക്കെ മുറി എടുക്കണമെങ്കിൽ തന്നെ എത്ര രൂപ കൊടുക്കണം. നമുക്ക് പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. നമ്മുടെ ടീമാണെന്ന് തോന്നുന്നു കേട്ടോ. അത് വന്നിട്ടുണ്ട്. അടുത്തൊരു ടീം ഇറങ്ങി കേട്ടോ. അടുത്ത ടീം നമ്മൾ കയറുന്നു. 18 പേര് വെച്ച് ഇതിനകത്തേക്ക് കയറ്റത്തുള്ളൂ. 18 പേര് വെച്ച് കണ്ടോ. നമ്മുടെ ഈ ടീമാണ് കേട്ടോ. 18 പേര്. ബാക്കി അടുത്ത ബാച്ച് ഇവരില്ലാത്ത കാരണം നമ്മൾ ബാക്കി ഞങ്ങൾ 18 പേര് വേറെ ഒപ്പിച്ച് കേട്ടാ. ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു വേറെ 2 ഫാമിലീനെ ഇല്ലേ. തീർത്തും സുരക്ഷിതമായിട്ടാണ് അവർ കയറ്റുന്നത് കേട്ടോ. കണ്ടോ ഇതൊക്കെ ഇടിയിച്ച് ഫുൾ സെറ്റപ്പിലേ കയറ്റത്തുള്ളൂ കേട്ടോ. ലൈഫ് ജാക്കറ്റൊക്കെ ഇടിയിച്ചിട്ടാണ് കേട്ടോ എല്ലാവരെയും കയറ്റുന്നത്. 18 പേരടങ്ങുന്ന ടീമിനാണ് കയറ്റുന്നത്. നമുക്ക് പോകാനുള്ള കെട്ടടിച്ച് കേട്ടോ. പ്രകൃതി ഇവിടെ അതിൻ്റെ എല്ലാ മഹത്വത്തിലും നിശ്ചലമായി കിടക്കുന്നു. നദികൾക്കിടയിലെ റാണിയായ പെരിയാർ കാടുകളുടെയും പർവ്വതങ്ങളുടെയും വിസ്മയിപ്പിക്കുന്ന വന്യതയ്ക്കിടയിലാണ് ഇവിടെ കൂടുകൂട്ടുന്നത്. ഒരു ബോട്ടിൽ കയറി ഈ മനോഹരമായ ജലവിധാനത്തിൻ്റെ കാണാ കാഴ്ചകൾ നമുക്ക് കണ്ടുവരാം. ഇടുക്കിയിൽ വരുന്നവർ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ് ഈ ബോട്ട് യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ഇടുക്കി ഡാമിനെയും ചെറുതോണി ഡാമിനെയും കുളമാവ് ഡാമിനെയൊക്കെ പുറമെ നിന്ന് നോക്കി കാണുന്ന ആ കാഴ്ചയ്ക്കപ്പുറം ആ ഡാമിലേക്ക് ഇറങ്ങി ബോട്ടിലൂടെ ഒരു യാത്ര, അത് നമുക്ക് ഡാമിനെ മനസ്സിലാക്കാനും കൂടുതൽ കാഴ്ചകൾ കാണുവാനും നമുക്ക് സാധിക്കുന്നതാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്യമൃഗങ്ങളെയൊക്കെ കാണാം കേട്ടോ. സാധാരണ ഈവനിങ് സമയത്തോ അല്ലെങ്കിൽ വെളുപ്പിനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സ്ഥലത്തൊക്കെ വന്യമൃഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഈ റിസർവോയർ ഇടുക്കി ജില്ലയിൽ പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ പൈനാവിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനാണ് വൈദ്യുതോൽപാദനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ടിൻ്റെ ഉടമസ്ഥാവകാശം. ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടാണിത്. 1976 ഫെബ്രുവരി 12 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 839 മീറ്റർ ഉയരമുള്ള കുറവൻമലയെയും 925 മീറ്റർ ഉയരമുള്ള കുറത്തിമലയെയും കൂട്ടിയിണക്കി 555 അടി ഉയരത്തിൽ പെരിയാറിന് കുറുകെയാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 60 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ജലസംഭരണിയാണ് ഡാമിനുള്ളത്. പരമാവധി സംഭരണശേഷി 74.5 ദശലക്ഷം ഘടനയടിയാണെങ്കിലും 70.5 TMC വരെയാണ് സംഭരിക്കാറുള്ളത്. 780 മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള പദ്ധതിയുടെ ഊർജോൽപാദന കേന്ദ്രം മൂലമറ്റത്താണ്. നാടുകാണി മലയുടെ മുകളിൽ നിന്ന് 750 മീറ്റർ അടിയിലുള്ള മൂലമറ്റം പവർ ഹൗസ് ഇന്ത്യയിലെ ഏറ്റവും വലുതുമാണ്. ഈ ഡാമിനോടനുബന്ധിച്ചുള്ള മേഖല ഇടുക്കി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നു. ചെറുതോണി ഡാമാണല്ലേ? ഈ 3 ഡാമുകളുള്ളിൽ ഈ ചെറുതോണി ഡാം മാത്രമല്ലേ? കുളമാവിന് ഷട്ടറില്ല. ചെറുതോണി ഡാമാണ് കേട്ടോ ഈ കാണുന്നത്. ഏക ഷട്ടറുള്ള ഡാമാണിത്. ബാക്കി നമ്മുടെ കുളമാവ് ഡാമിനും അതുപോലെ ഇടുക്കി ഡാമിനും ഷട്ടറില്ല. അത് കുറത്തിമലയല്ലേ? ഇത് കുറവമല. റൈറ്റ് സൈഡ് ഈ കാണുന്നത് കുറവനും ഇത് കുറത്തി. ഇതാണ് അതെ ചെറുതോണി ഡാമിൻ്റെ സമീപത്തൂടെ നമ്മൾ യാത്ര ചെയ്യണത്. ഈ ഇടുക്കി ഡാം തുറന്നെന്ന് പറയണത് ശരിക്കും ഈ ഡാമാ. ഓ ഇതാണ് തുറക്കണത്. നമ്മൾ ഇടുക്കി ഡാം തുറന്നു എന്നൊക്കെ പറയല്ലേ. ഇടുക്കി ഡാം തുറന്നു. അത് ഈ ചെറുതോണി ഡാമിനെയാണ് ഈ പറയുന്നത് കേട്ടോ. കുറത്തിമല, വൈശാലി ഗുഹ ഇല്ല അവിടെ കാണുന്ന, ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ ഒരു ഗുഹ ഉണ്ടോ?
ഉണ്ടോ? ഇതാണ് വൈശാലി ഗുഹ. ഈ കാണുന്നത് 472 അടി ഹൈറ്റ്, 740 മീറ്റർ, ഏഷ്യയിലെ ഒന്നാമത്. 555 അടി ഹൈറ്റ്, 670 അടി നീളം. അതിന്റെ ബോട്ടം എന്ന് പറയുന്നത് 20 മീറ്റർ താഴെയുണ്ട്. ഓ, ഈ ഷേപ്പാണ്, ഡബിൾ കർവാണ്, 4 സൈഡ് മുളഞ്ഞത്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ 3 അണക്കെട്ടുകൾ നിർമ്മിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് നിർത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 15,000 തൊഴിലാളികൾ ജോലി ചെയ്ത പദ്ധതി നിർമ്മാണത്തിനിടയിൽ 85 പേർ അപകടത്തിലും മറ്റും മരണപ്പെട്ടു. 1932 മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന WJ ജോൺ ഇടുക്കിയിലെ ഘോരവനങ്ങളിൽ നായാട്ടിനെത്തിയതോടെയാണ് ഇടുക്കിയെ കണ്ടെത്തുന്നത്. നായാട്ടിനിടയിൽ കൊലുമ്പൻ എന്ന ആദിവാസിയെ കണ്ടുമുട്ടി. തുടർന്നുള്ള യാത്രയ്ക്ക് വഴികാട്ടിയായി കൊലുമ്പനെ കൂട്ടി. കൊലുമ്പൻ കുറവൻകുറത്തി മലയിടുക്ക് കാണിച്ചു കൊടുത്തു. മലകൾക്കിടയിലൂടെ ഒഴുകിയ പെരിയാർ ജോണിനെ ആകർഷിച്ചു. ഇവിടെ അണ കെട്ടിയാൽ വൈദ്യുതോൽപാദനത്തിനും ജലസേചനത്തിനും പ്രയോജനപ്പെടുമെന്ന് ജോണിന് തോന്നി. പിന്നീട് ജോൺ എഞ്ചിനീയറായ സഹോദരൻ്റെ സഹായത്തോടെ അണക്കെട്ടിൻ്റെ സാധ്യതകളെക്കുറിച്ച് തിരുവിതാംകൂർ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതാണ് അത് ചെറുതോണി ഡാം. ഇത് ഇടുക്കി ഡാം. അതായത് ഇടുക്കി ഡാമും ചെറുതോണി ഡാമും ഒരേപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് കേട്ടോ. ഇത് വെറും 155 രൂപ മാത്രമേ നമുക്ക് ഇതിനകത്ത് മുടക്കുള്ളൂ. കുട്ടികൾക്കാണെങ്കിൽ അതിനേക്കാളും റേറ്റ് പിന്നെയും കുറവുണ്ട്. ഇത് കണ്ട, ഇതിലിപ്പോൾ നമ്മളോട് നിർത്തിയിട്ടിരിക്കുകയാണ്. അതെ അല്ലേ? 1963 പദ്ധതിക്ക് കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ അംഗീകാരം കിട്ടി. നിർമ്മാണ ചുമതല സംസ്ഥാന വൈദ്യുതി ബോർഡ് ഏറ്റെടുത്തു. പദ്ധതിയുടെ പ്രധാന അണക്കെട്ട് കുറവൻമലയെയും കുറത്തിമലയെയും ബന്ധിപ്പിക്കുന്നു. ഇതുമൂലം പെരിയാറിൽ സംഭരിക്കുന്ന വെള്ളം ചെറുതോണിപ്പുഴയിലൂടെ ഒഴുകിപ്പോകാതിരിക്കാൻ ചെറുതോണിയിലും ഇതിനടുത്തുള്ള കിളിവള്ളിത്തോട്ടിലൂടെ വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ കുളമാവിലും അണക്കെട്ടുകൾ നിർമ്മിച്ചു. അങ്ങനെ 3 അണക്കെട്ടുകൾ രൂപം കൊള്ളുകയുണ്ടായി. ഈ യാത്ര നമുക്ക് ഡാമുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും വിവിധ തരം കാഴ്ചകൾക്കുമെല്ലാം അത് പ്രയോജനപ്പെടുന്നതാണ്. മാത്രമല്ല, നമ്മളുടെ 2 സൈഡുകളിലും നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ്. മറ്റൊന്നും കൊണ്ടല്ല, ആനകളും കാട്ടുപോത്തും മാനുകളും തുടങ്ങി മറ്റ് പല വന്യമൃഗങ്ങളെയും നമുക്ക് ഈ യാത്രയിൽ ചിലപ്പോൾ കാണാൻ സാധിക്കും. ഇടുക്കി ഡാം കാണാനെത്തുന്നവർ തീർച്ചയായും ആസ്വദിക്കേണ്ട ഒന്നാണ് ഡാമിനുള്ളിലെ ബോട്ടിംഗ്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശന സമയം. മുതിർന്നവർക്ക് 155 രൂപയാണ് ഇപ്പോൾ ഈടാക്കുന്നത്. കുട്ടികൾക്ക് പൈസ കുറവാണ്. ചെറുതോണി അണക്കെട്ടിനടുത്തുള്ള കൗണ്ടറിൽ നിന്നും നമുക്ക് ടിക്കറ്റുകൾ ലഭിക്കും. ഇത് അടുത്ത ടീം വന്നു കേട്ടോ കയറാനായിട്ട്. അപ്പോൾ ഇടുക്കിയിൽ വരുന്നവരാരും ഇത് മിസ് ചെയ്യരുത് കേട്ടോ. കാരണം ഇടുക്കിയിൽ വരുന്നവർ പലരും നമ്മളെപ്പോലെ പലരും ഇതിനു മുമ്പുമൊക്കെ ഞാനുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും ഈ ബോട്ടിങ് നമ്മൾ എടുക്കാറില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ബോട്ടിങ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്.